ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബണ്ടായ തണ്ണീർമുക്കം ബണ്ട് കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. മനോഹരമായ കാഴ്ചകളും മനോഹരമായ എൻജോയ്മെൻറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തണ്ണീർമുക്കം കാഴ്ചകളുമായാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അപ്പോൾ ഇത് 3 പാലം കടന്നു പോകുന്നതാണ് ഈ ബണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഷട്ടർ വരുന്നത് 103ഓളം ഷട്ടർ ഉണ്ടെന്നാണ് അറിയാൻ കിട്ടിയത്. ഈ കായലിൻ്റെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയാണ് ഈ ബണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് 2 ടൈപ്പിൽ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങോട്ട് പോകും, വേലി ഇറങ്ങുമ്പോൾ തിരിച്ചിറങ്ങിപ്പോവും. അപ്പോൾ ഈ വഴി പോകുന്ന ചേർത്തലയ്ക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ നല്ല മെയിനായിട്ടുള്ളൊരു വഴി തന്നെയാണിത്. ഈ തണ്ണീർമുക്കം ബണ്ട് ഇപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി തീർന്നിരിക്കുക. ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ്, ഹൗസ് ബോട്ടിങ്, അങ്ങനെ നിരവധി ബോട്ടുകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നിരവധി ആൾക്കാർ ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വഴി അങ്ങ് നമുക്ക് 1.5 കിലോമീറ്ററോളം നടന്ന് നമുക്ക് ചെല്ലണം ഈ ബണ്ട് മൊത്തം കാണണമെങ്കിൽ. ഇവിടെ എല്ലാം വലിയ ഹൈറ്റുള്ള ഷട്ടറുകളാണ് കാണുന്നത്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് ഒരു സ്പീഡ് ബോട്ട് നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. മനോഹരമായൊരു കാഴ്ചയാണ്. ഒരുപാട് ഹൗസ് ബോട്ടുകൾ അങ്ങ് ദൂരെയായിട്ട് കാണാം. അതുപോലെ നല്ല പച്ചപ്പ് വിരിച്ച തെങ്ങുകൾ, ചീനവല. അപ്പോൾ നമ്മൾ 1-ാം പാലത്തിൻ്റെ ഷട്ടർ ഇനി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹൈറ്റ് കൂടിയൊരു പാലത്തിൻ്റെ ഷട്ടറാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാലും അതിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയൊരു വിശ്രമിക്കാൻ വേണ്ടി ചെറിയ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാം. ഐസ്ക്രീം, അങ്ങനെയുള്ള ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഇവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിശ്രമിക്കാൻ ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാം. സ്പീഡ് ബോട്ടൊക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ടൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് ചെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ 6 പേർക്ക് 600 രൂപയാണ് ബോട്ടിങ്ങിൽ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് കയറാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും കാണാൻ പോകുന്നത് ഹൈറ്റുള്ള പാലമാണ്. തണ്ണീർമുക്കത്തിൻ്റെ ഹൈറ്റ് കൂടി, അതായത് ഹൗസ് ബോട്ടൊക്കെ കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ വേണം കടന്നു പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇനി കിടക്കുകയാണ്, അങ്ങോട്ട് ഒരുപാട് കിടക്കുകയാണ്. ഞാൻ പറയില്ല, 103ഓളം ഷട്ടർ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നമുക്ക് ഹൈറ്റ് കൂടിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാലത്തിൻ്റെ ഹൈറ്റ് കാരണം കൊണ്ട് നമുക്ക് ഷട്ടർ കാണാൻ പറ്റാതെയായി. അപ്പോൾ താഴേക്കാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി നമുക്ക് നോക്കാം. ഈ റോപ്പ് ഉപയോഗിച്ചാണ് ഷട്ടർ ഉയർത്തുന്നത്. ഷട്ടർ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. വലിയ ഇരുമ്പ് ഗാഡറാണ് ഷട്ടർ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുകയാണ്. ഇനി ഒരു പാലം കൂടെ കയറിയാലേ ഈ ബണ്ടിൻ്റെ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ പോയി നോക്കാം. മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ബോട്ടും സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് കടന്നു പോകുന്നത് ഈ വഴി കൂടിയാണ്. സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടൊക്കെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് താഴെ കൂടെ കാണാം സ്പീഡ് ബോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഈ സ്ഥലത്തേക്ക് വരണമെങ്കിൽ നമുക്ക് ചേർത്തല വഴിയും വരാം. അതുപോലെ തന്നെ തലയോലപ്പറമ്പ് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബണ്ട് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക. സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെയായിട്ടും കുറേ ഷോപ്പുകൾ കാണാൻ സാധിക്കും കേട്ടോ. എല്ലാ പാലത്തിൻ്റെ എൻഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഐസ്ക്രീം, അതുപോലെ തന്നെ എല്ലാം നാരങ്ങ വെള്ളം, എല്ലാം നമുക്ക് ജ്യൂസ് ഇവിടെ കിട്ടുന്ന ചെറിയ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ട് വീടിൽ നമുക്ക് മടക്കിനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 2-ാമത്തെ പാലം കഴിഞ്ഞിട്ട് 3-ാമത്തെ പാലത്തേക്ക് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പാലത്തിൻ്റെ തീരുന്നിടത്ത് നിരവധി ഷോപ്പുകളും ബോട്ടിങ്ങുകളും നമുക്ക് കാണാം.
നമ്മളിപ്പോൾ മൂന്നാമത്തെ പാലത്തായാലും ലാസ്റ്റത്തെ പാലത്തായാലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് നല്ല ഉയരത്തിൽ ഷട്ടർ കാണാൻ സാധിക്കും കേട്ടോ. വലിയ ഇരുമ്പിൻ്റെ സാധനമാണ് ഷട്ടറുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഭയങ്കരമായിട്ട് ഷട്ടർ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ. അപ്പോൾ അതിന് ഒരുപാട് വാഹനങ്ങൾ നമുക്കിതിലെ കടന്നു പോകും. ചേർത്തല, അങ്ങോട്ട് ചേർത്തലയാണ് നമുക്ക് പോകുന്നത്. തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് തലയോലപ്പറമ്പ് ആ റൂട്ടിലേക്ക്, കോട്ടയം റൂട്ടിലേക്ക് പോകാം. പക്ഷെ ഭയങ്കര ഉയരത്തിലാകട്ടെ ഇവിടെ വന്നപ്പോൾ ഷട്ടർ നമുക്കിത് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഹൗസ് ബോട്ട് പോകുന്നത് കാണാം. വലിയൊരു ഹൗസ് ബോട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ചെറിയൊരു സ്പീഡിൽ പോകുന്നത് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിൻ്റെ ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. മൂന്നാമത്തെ പാലത്തിൻ്റെ ഷട്ടർ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങേയറ്റത്തുനിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് 3 പാലവും ഞാൻ കയറി ഇറങ്ങി. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ ബണ്ടിൻ്റെ ഷട്ടർ തീരുവാണ്. പക്ഷേ ഇവിടെ എന്തോ ആയിട്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരോട് ചോദിക്കാനും പറ്റിയില്ല. ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. 2 സൈഡിലും ഒരുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും ഈ ഹൗസ് ബോട്ട് കടന്നു പോകുന്നതാണോ? ഷിപ്പ് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. പിന്നെ 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കെട്ടിയിട്ടുണ്ടെന്തോ അവിടെ എന്തോ ഒരു സാധനം കറക്കുന്ന സാധനങ്ങളൊക്കെ കാണാം. പക്ഷേ എന്നാ സംഭവം എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. 2 വശത്തേക്ക് വെള്ളം ഒഴുകുന്നതും ഒരു പാലം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇത് അറിയാവുന്നവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവസാന എൻഡാണ് ഈ കാണുന്നത് നമ്മൾ. അപ്പോൾ ഞാൻ ഇനി തിരിച്ച് അവിടെ ചെന്നിട്ട് നമുക്ക് സ്പീഡ് ബോട്ടിലൊന്ന് കയറണം. സ്പീഡ് ബോട്ടിൻ്റെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. സ്പീഡ് ബോട്ടിൽ കയറി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്പീഡ് ബോട്ട് ഒന്ന് കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ തണ്ണീർമുക്കം ബണ്ടി വന്നിട്ട് ഒരു സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. എൻ്റെ ഒപ്പം ഒരു ചേച്ചിയും ചേട്ടനുണ്ട്. അവർ നല്ല അടിപൊളി വൈവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇല്ല, അവിടെ ചേച്ചിയും ചേട്ടനും എൻ്റെ ഒപ്പം ഉണ്ട്. ശരിക്കും ഇത് 6 പേര് പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ 3 പേരും നമ്മുടെ ഡ്രൈവർ സാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളി എൻജോയ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ വൈവാണ് ഈ തണ്ണീർമുക്കം ബണ്ടിൽ നമ്മുടെ ബോട്ടിങ്ങുള്ള സ്പീഡ് ബോട്ടിൻ്റെ യാത്ര. അടിപൊളി വൈബാണ്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ബോട്ടിൽ എൻജോയ് ചെയ്തിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. വെള്ളം തിരക്കില്ല കേട്ടോ. നല്ല സ്പീഡിലാണ് ഇപ്പോൾ നമ്മുടെ ബോട്ട് പോകുന്നത്. തണ്ണീർമുക്കൻ്റെ പാലമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ചീനവല കാണാം. നമ്മുടെ തൊട്ടടുത്തൂടെ ചീനവല കാണാൻ കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തണ്ണീർമുക്കം വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിലെ യാത്ര നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. തീർച്ചയായിട്ടും കാണണം. അടിപൊളി എൻജോയ്മെന്റ് ആണ് ഈ ബോട്ട് യാത്ര. ഒരുപാട് നാളുകൾ ശേഷമാണ് ഈ ഒരു സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. നമുക്ക് സ്പീഡ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെള്ളം തിരക്കുന്നത് കണ്ട അടിപൊളിയാണ്. വലിയൊരു ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. അതിൽ കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഡ്രൈവർ സാർ സൂപ്പർ ഒരു കറക്കം കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ ചെറിയ തോതിലേ കറക്കിയുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ചേട്ടനും ചേച്ചിയും കൂടെ ഉള്ളതാണ്ട് ചെറിയൊരു വൈബ്. അടിപൊളി അടിപൊളി. നമ്പർ വേമ്പനാട്ട് കായലാണ് കേട്ടോ കാണുന്നത്. അവിടെയായിട്ട് ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇതേ ഒരു സ്പീഡ് ബോട്ട് പോകുന്നു. ഇവിടെ തൊട്ടടുത്തൂടെ സ്പീഡ് ബോട്ട് പോകുന്നു. നമ്മുടെ ബോട്ട് നല്ലൊരു ഇടി ഇടിച്ചു കേട്ടപ്പോ. അടിപൊളി വൈബാണ്. നമുക്ക് തണ്ണീർമുക്കം ബണ്ടിലെ സ്പീഡ് ബോട്ട് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. ഇപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കരുത്. പാലത്തിന്റെ അടിയിൽ കൂടെ അപ്പുറത്ത് പോവോ? പാലത്തിന്റെ അടിയിൽ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ വൈബൊന്ന് അറിയാം എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലമാണ് ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ. നമ്മളിപ്പം അതിന്റെ ഉള്ളിലേക്കൊന്ന് പോവാണ്. ഇതാണ് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. ഇത് പാലത്തിന്റെ അടിവശത്ത് കൂടെ നമ്മൾ അപ്പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു പോവാണ്. എല്ലാ ബോട്ടുകാരും പോകുകയല്ലെന്ന് തോന്നുന്നല്ലേ?
എല്ലാ ബോട്ടുകാരും പോകുന്നത് പാലത്തിന്റെ അടിയിൽ കൂടെ. സ്പീഡ് ബോട്ടുകാർ മാത്രമേ പോവുള്ളൂ. ഓ പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് നല്ല എൻജോയ്മെന്റ് ആയിപ്പോയി. ഞാൻ സ്പീഡ് ബോട്ടിൽ കയറാൻ വന്നല്ല, നമ്മൾ തണ്ണീർമുക്കം പണ്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ സ്പീഡ് ബോട്ട് ചേട്ടതേ നമ്മളെ മറക്കാട്ടോ, നമ്മളെ വീണ്ടും ഒന്ന് മറക്കുകയാണ്, ഒന്ന് കറക്കി അടിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ചേട്ടനും ചേച്ചിയും അപ്പൊ വീണ്ടും നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവാണ്. ഈ ഓളടിക്കുമ്പോഴാണ് കിടന്ന് ചാടുന്നത് കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വന്നു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. ഈ ഓളടിക്കുമ്പോൾ ഒന്ന് ചാടും സ്പീഡ് ബോട്ട്. എന്നാലും അടിപൊളി എൻജോയ്മെന്റ് കേട്ടോ, അടിപൊളി. വീണ്ടും നമ്മളെ ഒന്നുകൂടെ മറിച്ചിരിക്കുക കേട്ടോ, അടിപൊളി. നമ്മളെ ഒന്നുകൂടെ മറിച്ചിരിക്കുക കേട്ടോ. കൊള്ളാം, അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ വൈവായിരുന്നു നമ്മുടെ ഇതിലെ യാത്ര, അടിപൊളി. സ്പീഡ് ബോട്ടിലെ യാത്ര അടിപൊളി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ ലൈഫ് ജാക്കറ്റ് തീർച്ചയായിട്ടും ഇടണം കേട്ടോ. ജാക്കറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യാവുള്ളൂ. ഒന്നും പേടിക്കേണ്ട, നമ്മൾ ചെറുതായിട്ട് മാത്രമേ ഒന്ന് ചെരിച്ചുള്ളൂ. പക്ഷെ വേറെ ആൾക്കാരൊക്കെയാണ് നല്ലപോലെ ചെരിക്കും. നമ്മുടെ ചേച്ചിയും ചേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് പതിയെ മാത്രമേ ചെരിച്ചുള്ളൂ. പക്ഷെ അടിപൊളി എൻജോയ്മെൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കരുത്. ഇത് 600 രൂപയാണ്. ഒരാൾക്കെന്നല്ല, 4, 5, 6 പേർക്ക് ഇറങ്ങും. മൊത്തം 600 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്പീഡ് ബോട്ട് കയറി. അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല കറക്കം കറക്കി സ്പീഡ് ബോട്ടിൽ. ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. ഒരു ചേട്ടനും ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് 6 പേർക്ക് 600 രൂപയാണ് ചാർജ് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ച്. അപ്പോൾ എങ്ങനെ എത്ര പേർക്ക് കയറാം? 6 പേർക്ക് മിനിമം നമുക്ക് കയറാൻ പറ്റും. 600 രൂപയാണ് ചാർജ്. അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നാൽ സ്പീഡ് ബോട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്.